കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഭയങ്കര വൈറലായിട്ടിരുന്നൊരു വീഡിയോ, ഒരു 3 വയസ്സുള്ള കൊച്ചു പച്ചത്തെറി വിളിക്കുന്നതാണ്. അത് ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അത് സംതിങ് എൽസ്, അത് ടെക്നോളജിയുടെ കാര്യങ്ങളാണ്. പക്ഷേ അത് എക്സ്പോസ് ചെയ്യുന്നത് ആ വീട്ടിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കൂടിയല്ലേ. പലപ്പോഴും പേരൻസ് ആരാണെങ്കിലും, പേരൻ്റ് എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, ഒരു കുട്ടിയെ ഉപയോഗിച്ചിട്ട് ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസിനെ കൂടെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ശരിയാണ്. ഇപ്പോൾ പലപ്പോഴും ഓരോരുത്തരുടെ വാട്സപ്പ് സ്റ്റേറ്റസിൽ കുട്ടികളുടെ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കുറേ അബദ്ധങ്ങൾ, നമ്മുടെ വീടുകളിലൊക്കെ നമ്മളൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ, ഇതെല്ലാം ക്യാപ്ചർ ചെയ്തിട്ട് ഇടുന്നത് വൈറാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ നഷ്ടപ്പെടുന്നത് ആ കുട്ടിയുടെ ഇന്നസെൻസ് ആണ്. ഇനി ആ കുട്ടി അങ്ങനെ ഒരു സാധനം പറയുമോ, അല്ലെങ്കിൽ ഒരു ലേറ്റർ ഇയേഴ്സിൽ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇറ്റ് ഈസ് ഗോയിങ് ടു ഡാമേജ് ദം. ഇപ്പം ഞാനായിരുന്നു വെച്ചാൽ ഐ വുഡ് ഹവ് കംപ്ലീറ്റ്ലി ബി ഷാറ്റേർഡ്. എൻ്റെ പേരൻസ് അത് ചെയ്തു, എൻ്റെ പേരൻസിൻ്റെ പുറത്തുള്ള ട്രസ്റ്റ് അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ് അല്ലേ. നമുക്ക് പേരൻസിലൊരു ട്രസ്റ്റ് ഇല്ലേ, അത് പല രീതിയിലും ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ലൈക്ക് എൻ്റെ ഒരു ഫൈനർ മൊമെൻറ്റ്സ്, ചൈൽഡ്ഹുഡ് മൊമെൻറ്റ്സിനെ വരെ നിങ്ങൾ ഒരു വൈറാലിറ്റിക്ക് വേണ്ടിയിട്ടോ വാലിഡേഷന് വേണ്ടിയിട്ടോ ഉപയോഗിച്ചു എന്നുള്ളത് ചിലപ്പോൾ പൊറുക്കാനാവാത്തൊരു തെറ്റായിട്ട് അവരുടെ മനസ്സിൽ കിടക്കാം. ഇറിവേഴ്സിബിൾ ഡാമേജസ് ആയിരിക്കാം ഇതൊക്കെ ലീഡ് ചെയ്യുന്നത്.